ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ങാൻ ശാശ്വത ഹസ്തങ്ങളുമായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്ന നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ വിവരിക്കുന്ന ഇന്നത്തെ ഇന്നേഴ്സസ് ടൈമിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫുജറ നഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾ ദൈവം അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങൾ വിവരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് മീന ബാബു. നാട്ടിൽ തൃശ്ശൂർ കുരിയച്ചിറ ഇടവകാംഗമാണ്. ഞാനും ഹസ്ബൻഡും 21 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. എൻ്റെ പേര് പ്രിൻസി റജി. നാട്ടിലെ തണ്ണിത്തോട് സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക ഇടവകാംഗമാണ്. ഞാനും ജീവിത പങ്കാളിയും കൽബയിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. പ്രിൻസി നേഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടാണോ പോയത്? ചേച്ചി, ഞാൻ നേഴ്സിംഗ് പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല പോയത്. +2 കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരി നേഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ഒരു കൂട്ടാകുമല്ലോ എന്ന് കരുതി നേഴ്സിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ സിസ്റ്റേഴ്സും പറഞ്ഞു നേഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ മുന്നോട്ട് ജോലിക്കുള്ള സാധ്യതയും ഉണ്ട്, അപ്പം നേഴ്സിങ്ങിന് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നേഴ്സിങ്ങിന് പോകാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് നേഴ്സിങ്ങിനെ കുറിച്ച് അപ്പോൾ ഇതിന് എന്താണ് ഇങ്ങനെ പോകാൻ പറ്റിയതിനെ കുറിച്ചൊന്നും ഒരു ചിന്തയൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്നും മുമ്പേ ഒരു പദ്ധതി ഉണ്ട് എന്താകണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ജെറമ്യ 1:5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ആ വചനമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. പ്രിൻസി, ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ അമ്മായി നേഴ്സായിരുന്നു. അപ്പോൾ അമ്മായി നേഴ്സിംഗ് പ്രൊഫഷനിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് കുറച്ച് നാൾ ജോലിക്ക് പോയതുകൊണ്ട് അമ്മായി വീട്ടിലൊന്ന് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്, ഇഞ്ചക്ഷൻ കൊടുക്കാം, മരുന്ന് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചക്ഷൻ കൊടുക്കുക, മരുന്ന് കൊടുക്കുക, അത് ഇത്രയും മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെയും ഒരു വിചാരം. പക്ഷേ നേഴ്സിങ്ങിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേഴ്സിംഗ് മരുന്നും ഇതും കൊടുക്കലും മാത്രമല്ല, കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയല്ല. നഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ അതൊരു ഡിവൈൻ കോളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോയ സമയത്ത് ഇതുപോലെ തന്നെ നഴ്സിംഗ് ഞാനൊരു ക്രിസ്തീയ സ്ഥാപനത്തിലാണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അവിടെ ഇതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 5:30 കുർബാനയ്ക്ക് പോകണം. അപ്പോൾ തന്നെ വൈകുന്നേരം കറക്റ്റ് 8 മണിക്ക് പ്രെയർ. അങ്ങനെ അതൊരു സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മളത് പോയില്ലെങ്കിൽ, കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ അത് സിസ്റ്റേഴ്സ് വന്ന് നോക്കും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ എനിക്ക് അതിലൊന്നും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലേ മുതൽ 85-86 കാലഘട്ടത്തിൽ അമ്മയപ്പച്ചനും പോട്ട ആശ്രമത്തിലെ നവീകരണത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം എന്നും കുടുംബ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ തുടങ്ങുന്നത്. വൈകുന്നേരം കുടുംബ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ തന്നെ ചെല്ലും, അതുപോലെ തന്നെ ബൈബിൾ റീഡിങ്. അതുപോലെയാണ് എൻ്റെ ജീവിതം മൊത്തം ചെറുപ്പത്തിലെ മീൻസ് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സോട് ഞാൻ കടന്നു പോയത്. ആ സമയത്ത് ഇതുപോലെ തന്നെ ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഒരു ധ്യാനത്തിന് പോകാനായിട്ട് ഒരു അവസരം കിട്ടി. ആ ധ്യാനത്തിന് പോയ സമയത്ത് എനിക്ക് ഒരു സൗഖ്യം കിട്ടുകയും ചെയ്തു. ചേച്ചി കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും എൻ്റെ രോഗസൗഖ്യം ഞാൻ ആരോടും അങ്ങനെ സാക്ഷ്യമായിട്ട് മീൻസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ അങ്ങനെ സാക്ഷ്യമായിട്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ നടന്ന് അല്ലെങ്കിൽ കിടന്ന് എപ്പോഴും പഠിക്കാറ്. അപ്പോൾ വീട്ടിൽ ചോദിക്കാറുണ്ട്, നീ എന്താ ഇങ്ങനെ ഇരുന്ന് പഠിക്കാത്തതെന്ന്. കാരണം ഇരിക്കുന്ന ഭാഗത്ത് എനിക്കൊരു എല്ല് വളരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് വീട്ടിൽ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഡോക്ടർമാരത് കാണിക്കും. നമ്മളൊക്കെ ആ ഒരു 16-17 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഷെയിമുള്ള ഒരു സമയമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അമ്മ തന്നെ എന്നോട് ചോദിച്ചു, നീ എനിക്ക് എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ വേദനയുണ്ട്, ഇരുന്നിട്ട് എഴുന്നേൽക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് ചെന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ എല്ല് വളരുന്നുണ്ട്. ആ എല്ല് വളരുന്നിടത്ത് തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം.
അത് 5 ഇഞ്ചക്ഷൻ എടുക്കണം, ഓൾട്ടർനേറ്റ് വീക്സ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ എല്ല് വളരുന്നിടത്തൊക്കെ ഇഞ്ചക്ഷൻ എടുക്കുന്നപ്പോൾ അത് ഡോക്ടർ പറഞ്ഞു അത് നേഴ്സുമാരൊന്നല്ല ചെയ്യുന്നത്, അത് ഡോക്ടേഴ്സ് തന്നെ ചെയ്യത്തുള്ളൂ അവിടെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ വചനോത്സവം മാസിക വരുത്തുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങളുടെ യുവജനങ്ങൾക്കുള്ള ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു. പിന്നത്തെ ആ ശനിയാഴ്ച തുടങ്ങുന്നത്, ശനിയാഴ്ച ഞായറാഴ്ച തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ എനിക്ക് എന്തായാലും അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 2-3 ദിവസത്തേക്ക് വേദന കൂടും, പിന്നെ പയ്യെ കുറയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ വേദനയും വെച്ച് എങ്ങനെയാടി പോണേക്കാൻ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒറ്റ നിർബന്ധത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ, ഈ 5 ഇഞ്ചക്ഷൻ ഒന്നും എടുക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല, ഞാൻ എന്തായാലും പോകും, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് എൻ്റെ നിർബന്ധപ്രകാരം എന്നെ കോട്ടയിൽ ധ്യാനത്തിന് കൊണ്ടുവന്ന് വിട്ടു. അവിടെ പോയി ധ്യാനത്തിൽ ഇരിക്കാനും ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോയതിന് ശേഷം ഞാൻ പതുക്കെ കസേരയുടെ തെറ്റി നീങ്ങി വന്ന് അങ്ങനെ എഴുന്നേൽക്കലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ആ ഒരു ആഴ്ച ഞാൻ ധ്യാനത്തിന് പങ്കെടുത്തത്. 5-ാമത്തെ ദിവസം വെള്ളിയാഴ്ച അന്ന് ഫാസ്റ്റിംഗ് പ്രെയർ ആയിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയിലത്തെ ആ പ്രെയറിൽ എനിക്ക് സൗഖ്യം കിട്ടി. അതിനുശേഷം ഞാൻ റൂമിൽ വന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ ഇരിക്കാനോ പിടിക്കാനോ അങ്ങനെ ഒരു വേദനയും കാര്യങ്ങളും തോന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ സൗഖ്യം കിട്ടിയെന്നുള്ളത്. പക്ഷെ ഞാനത് ആരുടെ അടുത്തും ഞാൻ വെളിപ്പെടുത്തിയില്ല. കാരണം ഈ ഭാഗമായതുകൊണ്ട് ഇതെങ്ങനെ പറയും എന്നുള്ള ഒരു നാണക്കേട് കൊണ്ട് ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ എൻ്റെ പേഴ്സണൽ പ്രെയറും ബൈബിൾ റീഡിങ്ങും കണ്ടിന്യൂ ചെയ്തു പോകുമായിരുന്നു. ഈവൻ നഴ്സിങ്ങിന് വന്നു കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്തു. അഥവാ ഒരു ദിവസം ഞാൻ പേഴ്സണൽ പ്രെയറും എൻ്റെ ബൈബിൾ റീഡിങ്ങും ചെയ്തില്ലെങ്കിൽ തന്നെ എനിക്ക് എപ്പോഴും 2 ദിവസത്തിനായിട്ടും കൂടുതലായി കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ വേദന ദൈവം കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാം എൻ്റെ പ്രെയർ മുടങ്ങിയതിൻ്റെ ഇതാന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ ദൈവത്തിന് മഹത്വം. എനിവേ അത് കഴിഞ്ഞ് പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചേച്ചിക്ക് ദൈവത്തോടുള്ള ഒരു വിശ്വാസം മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അത് മീൻസ് വീട്ടിൽ ഇങ്ങനെ എല്ലാ കുടുംബ പ്രാർത്ഥനയിലും എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ അതൊക്കെ ഒത്തിരി ഭക്തിയാണ്. അമ്മയപ്പച്ചനും ധ്യാനത്തിൽ കൂടി വന്നതിന് ശേഷം 1 മണിക്കൂറൊക്കെയാണ് നമ്മുടെ രാത്രിയിലത്തെ പ്രെയർ. പക്ഷെ അതൊന്നും ഞങ്ങൾക്കൊരു മടുപ്പ് തോന്നിയിരുന്നില്ല. ഈ പ്രെയറും തന്നെയല്ല എത്ര പാട്ടുകളെ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കാറുള്ളത്, അതിനൊന്നും ഒരു മടുപ്പുണ്ടായിരുന്നില്ല. കാരണം നഴ്സിങ്ങിന് വന്നു കഴിഞ്ഞിട്ടും ഇവിടെയും നഴ്സിങ്ങിൻ്റെ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടും പ്രാർത്ഥനയും അതുപോലെയൊക്കെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോയി. നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. ചെന്ന് ഉടനെ തന്നെ എന്നെ കെട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞാൽ ഉടനെയും അത് പഠിക്കാനും മീൻസ് ബൈബിൾ വായിക്കാനും പ്രെയർ ചെല്ലാനൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ആ സമയത്തൊക്കെ നമുക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് അപ്പം എനിക്ക് ആ വേദന എനിക്കപ്പോൾ വരുമായിരുന്നു. ആ പേഴ്സണൽ പ്രെയറും ബൈബിൾ റീഡിങ്ങും കുറഞ്ഞാൽ അപ്പം എനിക്ക് ആ വേദന എടുത്ത് കാണിക്കായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ എനിക്ക് ഹസ്ബൻഡ് മസ്കറ്റിലായിരുന്നു വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ മസ്കറ്റ് ടെസ്റ്റ് എഴുതാനുള്ള ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ടെസ്റ്റ് എഴുതുന്നതിൻ്റെ ഒരു 4 ദിവസം മുന്നാണ് എനിക്ക് ഇത് പേപ്പർ വരുന്നത് ഇങ്ങനെ എത്തണമെന്നത്. അപ്പോൾ ഡൽഹിയിലായിരുന്നു ടെസ്റ്റ്. അപ്പോൾ ഈ ടെസ്റ്റ് എഴുതാനായിട്ട് പോകാനായിട്ട് ഞാൻ എൻ്റെ അപ്പച്ചനും കൂടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ 3 ദിവസം മീൻസ് ഇന്ന് കയറി നമ്മൾ പിറ്റേ ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ എത്തുന്നത്. ഞാനും അപ്പച്ചനും കൂടെ ഞാൻ പോയി. അവിടെ ആദ്യത്തെ ദിവസം രാത്രി ആയപ്പോൾ തന്നെ എനിക്ക് വണ്ടിയിൽ ഇരുന്നിട്ടുള്ള കാറ്റടിച്ചിട്ടുണ്ട്, ഭയങ്കര ബ്രീതിങ് ഡിഫിക്കൽറ്റിയും കാര്യങ്ങളുണ്ടായിരുന്നു. 2ാമത്തെ രാത്രി ആയപ്പോഴേക്കും എനിക്ക് ചുമ ഭയങ്കര ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ കടന്നുപോയി. അപ്പോൾ ഞാൻ ഈ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പോയി. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങളവിടെ തന്നെ റിസീവ് ചെയ്യാനായിട്ട് എത്തിയത്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഫാർമസി പോകണം, മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഫ് സിറപ്പും ടാബ് ഡെരിഫലിനും വാങ്ങിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആയി. ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ റിട്ടൺ ടെസ്റ്റ് എഴുതി. റിട്ടൺ ടെസ്റ്റ് ഞാൻ പാസ്സായി. റിട്ടൺ ടെസ്റ്റ് പാസ്സായിട്ട് പിറ്റേ ദിവസം എനിക്ക് ഓറൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓറൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞപ്പം അവരെന്നോട് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ നമ്മളിങ്ങനെ മെഡിക്കൽ ICU ആണ്, അവിടെ ഏതൊക്കെ കേസുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കാർഡിയാക്കും മെഡിക്കലും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഡിയാക് MI ആൻഡ് അൺസ്റ്റേബിൾ അഞ്ചൈന. ഞാൻ ആൻസർ പറയാൻ തുടങ്ങുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളിനോട് ചോദിച്ചു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. കാരണം ഞാൻ എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് ട്വിൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തായിരുന്നു. മക്കൾക്ക് 9 മാസം ആയപ്പോഴാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 6 മന്ത്സിനായിട്ടും കൂടുതൽ നമുക്ക് നഴ്സിംഗ് ഫീൽഡിൽ ഗ്യാപ്പ് പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആ പേപ്പർ വെച്ചിട്ട് ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു. ഞാനപ്പോൾ പോന്നിട്ട് ഞാൻ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അപ്പച്ചനും കൂടെ വണ്ടി കയറി. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും റിസൈൻ ചെയ്ത് പോകുന്ന സെയിം ഹോസ്പിറ്റലിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്തു. ആ റീജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിലാണ് അവിടെ നിന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് കാർഡിയോ തൊറാസിക് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി UAE ഞങ്ങളുടെ ഒരു ഡോക്ടർ പോരുന്നതും ഞങ്ങളുടെ കുറച്ച് പേരുടെ ബയോഡാറ്റകൾ കളക്ട് ചെയ്ത് ഞങ്ങളതിൽ ഇപ്പോൾ എൻ്റെ ബയോഡാറ്റയും കളക്ട് ചെയ്ത് പുള്ളി എടുത്തു.
അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ അന്ന് നൈറ്റാണ്, ഞാൻ നൈറ്റിന് വരുമ്പോൾ ഞങ്ങൾക്ക് 5 to 8 PM 8 AM ആണ് ഞങ്ങളുടെ നൈറ്റ്, 5 PM to 8 AM. ഒരു 7:30 കഴിയുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു നമുക്ക് നാളെ ഇൻ്റർവ്യൂ ആണ് കാസിനോ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഈ കാസിനോ ഹോട്ടൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹാർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വാക്ക്, വീട്ടിലേക്കും വരും, 2 വീടുകളിലേക്കും നീ വർക്ക് ചെയ്യുന്നിടത്തേക്കും പോകാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വന്ന്. പക്ഷേ അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നു, ഞാനപ്പോൾ UAE വരണമെന്നായിരിക്കും ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. ജെറമിയ 29:11 പറയുന്നത് പോലെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അതനുസരിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നു ആ ദൈവവചനം ശരിക്കും എന്നിൽ പ്രവർത്തിക്കുമായിരുന്നു. കാരണം മസ്കറ്റിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് UAE വരണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയും. അപ്പം അങ്ങനെയാണ് ഞാൻ UAE എത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജോലിക്കായിട്ട് പോയത് ബോംബെയിലായിരുന്നു. ബോംബെയിൽ ചെന്ന് ആദ്യം നമ്മൾ ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പം എല്ലാം പുതിയതായതുകൊണ്ട് നമുക്ക് പള്ളി എവിടെയാണ് ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം കൂടെ വർക്ക് ചെയ്തിരുന്ന 2-3 കൂട്ടുകാർ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓർത്തഡോക്സ് സഭയിൽ, കത്തോലിക്ക സഭയിലൊക്കെ പോകുന്നവരായിരുന്നു. അപ്പം അവർ എല്ലാ സൺഡേയിലും ഓഫുള്ള ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോകും. അപ്പം ഞാൻ മർത്തോമയിൽ ജനിച്ചു വളർന്നതായതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ മർത്തോമ പള്ളി ഉണ്ടോ എന്ന് അന്വേഷിച്ചു അവിടെയൊക്കെ. അപ്പം മർത്തോമ പള്ളി ഞങ്ങളുടെ താമസിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവരുടെ കൂടെ കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ കുർബാനയിൽ ഓഫുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കാൻ പോയി. അങ്ങനെ പോകുന്ന സമയത്താണ് ഇവരെല്ലാ ദിവസവും ഈവനിങ്ങിലൊക്കെ ഒരുമിച്ചിരുന്ന് കൊന്ത ചൊല്ലുന്നതും മാതാവിൻ്റെ പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ കേൾക്കാം. അപ്പം ഞാനും ഇവരുടെ കൂടെ ഒരുമിച്ച് നിന്നിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് എന്നെ പഠിപ്പിച്ചത്, ആദ്യമായിട്ട് മാതാവിൻ്റെ ജപമാലയൊക്കെ പറഞ്ഞു തന്നതും പാട്ടുകളൊക്കെ പഠിപ്പിച്ചതും അവരാണ്, എൻ്റെ കൂട്ടുകാരായിരുന്നു. അങ്ങനെ അവരുടെ ഒപ്പം ഞാനും വിശുദ്ധ കുർബാനയിൽ അവിടെ പങ്കെടുക്കാൻ പോയി. പോയ സമയത്ത് ആ ടൈമിലാണ് എനിക്ക് വിവാഹാലോചന വരുന്നത്. വിവാഹാലോചന വന്നത് മലങ്കര കത്തോലിക്കെന്നായിരുന്നു. അപ്പം പിന്നീട് മുന്നോട്ടുള്ള കാര്യങ്ങളിൽ മലങ്കര കത്തോലിക്ക പള്ളിയിൽ പോയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് മാതാവിനോടുള്ള ഭക്തിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റി. അതിനുശേഷം നാട്ടിൽ വന്നു, വിവാഹമൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആ നാട്ടിലായിരുന്ന സമയത്ത് പള്ളിയിൽ പോകും, കുർബാനയിലൊക്കെ പോകുമെങ്കിലും പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ജപമാല ചൊല്ലാനോ, അങ്ങനെ പള്ളിയിൽ പോകും എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപമാലയൊക്കെ ചൊല്ലുന്നതല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ജപമാല ചൊല്ലാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ഒരു പള്ളിയിൽ പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ യൂട്യൂബിൽ വരുമായിരുന്നു. അപ്പം യൂട്യൂബിലെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കും. അപ്പോൾ അവിടെ ചെന്നപ്പം തന്നെ അവിടെ മാതാവിൻ്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ആ ദേവാലയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ യൂട്യൂബിലൂടെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാനിടയായി. അങ്ങനെ ചെറുകെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. കുഞ്ഞുങ്ങളും ഞങ്ങളും ഒരുമിച്ച് ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇന്ന് ചെയ്യും നാളെ ചെയ്യത്തില്ല, അങ്ങനെ ഒരു ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ 2021 എനിക്ക് ഒരു കോഴ്സ് പഠിക്കാൻ പോകാനായിട്ട് സാധിച്ചു. ആ സമയത്ത് ഞാൻ അവിടെ ഹോസ്റ്റലിലൊക്കെ ആയിരുന്ന സമയത്ത് അന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തതാണ്, ജപമാല ഒരു ദിവസം പോലും മുടക്കില്ല, എല്ലാ ദിവസവും ചൊല്ലണമെന്നുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കിയിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ ജപമാല ചൊല്ലും. അങ്ങനെ ജപമാല മുടക്കാതെ തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ചേച്ചി നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നിട്ടുണ്ടായ ചേച്ചിയുടെ അനുഭവം ഒന്ന് പറയാമോ? ഞാൻ 2004 ഇവിടെ വരുന്നത്. 2011 മുതൽ ഞാൻ സജീവമായിട്ട് നമ്മളുടെ കൂട്ടായ്മയോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ സമയത്ത് ജോലി മേഖലയിൽ ഒരു രോഗി കടന്നു വരികയും വിസിറ്റിങ്ങിന് വന്ന രോഗിയാണ്. ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഇൻസുലിൻ കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റായിരുന്നു. പുള്ളിക്കാരി വന്ന് അഡ്മിറ്റ് ചെയ്ത് ന്യൂമോണിയ ആയിട്ടാണ്. ന്യൂമോണിയ വന്ന് അത് ഒത്തിരി കൂടുതലായി. പുള്ളിക്കാരി വെന്റിലേറ്ററിലായി. പേഷ്യൻ്റെ ബ്ലഡ് ടെസ്റ്റിൽ ഒക്കെ ഒത്തിരി വേരിയേഷൻ ആയിരുന്നു. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ഒത്തിരി കൊടുക്കേണ്ടി വന്നു. പേഷ്യൻ്റെ കണ്ടീഷൻ ക്രിട്ടിക്കലാണെന്ന് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു. CT ഒന്നും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡ് അടുത്ത് നിന്ന് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചോട്ടെ, ഒരു കൊന്ത ഇട്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ
പറഞ്ഞു എനിക്ക് എൻ്റെ വൈഫിനെ ജീവനോടെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഒന്ന് കൊന്തയിട്ട് കഴിഞ്ഞ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് പേഷ്യൻ്റെ വൈറ്റൽസൊക്കെ സ്റ്റേബിളായി. പേഷ്യൻറ്റിനെ CTക്ക് ഇറക്കാൻ പറ്റി. CT കഴിഞ്ഞ് വന്നു. പിന്നെ 2 ദിവസത്തിനുള്ളിൽ പേഷ്യൻറ്റിനെ എക്സ്റ്റുബേറ്റ് ചെയ്തു. പിന്നെ വാർഡിലേക്ക് വിട്ടു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പേഷ്യൻ്റെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയി. ഞാനിവിടെ വന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ലൈസൻസുമായിട്ടാണ് വന്നത്. പക്ഷേ എനിക്ക് ജോലി കിട്ടിയത് ഡെൻ്റലിലായിരുന്നു. അപ്പം അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ഡെൻ്റലിൻ്റെ ലൈസൻസ് വേണം. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഒന്നുകിൽ ഇവിടുത്തെ ഡെൻ്റലിൻ്റെ എക്സാം എഴുതിയെടുക്കണം, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൺഫ്യൂഷനായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അച്ഛന്മാരുടെ ടോക്കുകൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് വചനങ്ങളൊക്കെ വരും. ആ വചനങ്ങളൊക്കെ എഴുതി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ നിയോഗങ്ങൾ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വചനവും നിയോഗം എഴുതി വെച്ച് എല്ലാ ദിവസങ്ങളിലും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു ലൈസൻസ് ആക്റ്റീവ് ആകാതെ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും വിഷയം വെച്ച് ഞാൻ എഴുതി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്താണ് സിസ്റ്റർ പറയുന്നത്, ലൈസൻസ് ആക്റ്റീവ് ആക്കാനുള്ള ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യണം, നീ മെയിൽ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാനുള്ള മെയിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാൻ അവിടെ ഒരു റൂമുണ്ട്, റൂമിൽ പോയിട്ട് ഞാൻ യേശോയ്ക്ക് ആദ്യം ഫസ്റ്റ് ഞാൻ നന്ദി പറഞ്ഞു. കാരണം ഒരിക്കലും മെഡിക്കൽ ലൈസൻസ് വെച്ച് ഡെൻ്റലി വർക്ക് ചെയ്യാൻ അവിടെ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഈശോ എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് ആ സമയത്ത് എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും പറയും, നീ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും ദൈവം നിനക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നതെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരും അന്ന് ആ സമയത്ത് പറയുമായിരുന്നു. മൂന്ന് പിള്ളേരുടെയും ലൈസൻസ് ഞങ്ങൾ 3 പേരുടെയും ലൈസൻസ് ആ സമയത്ത് ആക്റ്റീവായിട്ട് കിട്ടി. പ്രിൻസിയുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് പ്രിൻസിക്ക് ഒന്ന് പറയാമോ? അതെ ചേച്ചി, ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഡെൻ്റലിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് നമ്മുടെ ഈ ഡെൻ്റൽ ഇൻസ്ട്രുമെൻ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ആദ്യം എന്നെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു, ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് അത് തോന്നിയത്, കാരണം ഈ ഫീൽഡിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഇൻസ്ട്രുമെൻസിൻ്റെ പേരുകളായാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ആ ഒരു ടൈം കൊണ്ട് എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം നമ്മൾ വേറൊരു അടുത്ത് ജോലി ചെയ്യാൻ പോകുമ്പം ഇവിടുത്തെ എക്സ്പീരിയൻസ് കാണിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസിനത് പാടല്ലേ എന്ന് ഓർത്ത് ഞാനപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതുപോലെ തന്നെ വചനം എഴുതി നിയോഗം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറോട് കൂടി അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണേ എന്നുള്ളത് എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അതുമൂലം എനിക്കാണെങ്കിൽ ആ സെൻറ്ററിൽ തന്നെ 2-3 സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടർമാരോട് കൂടി അസിസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് വലിയൊരു അനുഗ്രഹം നൽകി തന്നു. പ്രിൻസി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ആമീൻ. ഇതോടൊപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. 2022 മഴ പെയ്ത് ഒത്തിരി വെള്ളം പൊങ്ങിയൊരു സമയമുണ്ടായിരുന്നു. ജൂൺ മാസത്തിലായിരുന്നു. അന്ന് ഇവിടെ നമ്മുടെ പള്ളിയിൽ അൽഫോൻസമ്മയുടെ നൊവേന നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അന്ന് അച്ഛന്മാർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഞാനായിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ചേട്ടന് വലിയൊരു ലിസ്റ്റ് ഇട്ട് കൊടുത്തേക്കായിരുന്നു, ഇന്നത് വാങ്ങിച്ചിട്ട് വരണം എന്നുള്ളത്. 7:15 ആയപ്പോൾ ചേട്ടൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞു, ഞാൻ ഇറങ്ങുവാണ്, ഇനി എന്തെങ്കിലും വാങ്ങിക്കാണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവനെ അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്ക് നഴ്സസ് മിനിസ്ട്രിയുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, സർവീസ് ടീം മീറ്റിംഗ് സൂമിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മീറ്റിങ്ങിലവരെല്ലാവരും പറയുന്നുണ്ട് നല്ല മഴയാണ് പുറത്തുനിന്ന്. അപ്പം നമ്മൾ ഫ്ലാറ്റിലിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും. ഞാൻ 9:30 ആയിട്ടും മീറ്റിംഗ് കഴിഞ്ഞിട്ട് 9:30 ആയിട്ടും ചേട്ടൻ വിളിക്കുന്നില്ല, ഇതുവരെയും മാർക്കറ്റിൽ എത്തിയില്ലേ എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അത് കഴിഞ്ഞിട്ട് പേഴ്സണൽ നമ്പറിലും വിളിച്ചു, കമ്പനി നമ്പറിലും വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയോ എന്ത് ചോദിച്ചെങ്കിൽ പിന്നെ ഉള്ളിൽ ടെൻഷനായി, മഴയാണല്ലോ വെച്ചു. പുറത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴയും ഭയങ്കര വെള്ളം. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ റീസെൻ്റ്ലി നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് കമ്പനി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ആ ഡ്രൈവറുടെ നമ്പർ എടുത്തിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ചേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നീ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് ആദ്യം പറഞ്ഞത് എന്തെന്നറിയാമോ, ചേച്ചി പേടിക്കൊന്നും വേണ്ട, പാവച്ചേട്ടന് ഒരു കുഴപ്പമില്ലാന്ന്. അത് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടാണ് പറഞ്ഞു വെച്ചിട്ട്. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഒന്നും സംഭവിച്ചില്ല, ഞാനും വെള്ളത്തിൽ പെട്ട് കിടക്കുവാണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചേട്ടൻ്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എന്നാൽ നീ ഒന്ന് വിളിച്ചിട്ട് എന്നെ ഒന്ന് പെട്ടെന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഫോൺ ഇങ്ങനെ ആലോചിച്ചിരിക്കുവാണ്, ഇപ്പോൾ വരും എന്ന് ചോദിച്ചിട്ട് 11:30 ആയിട്ടും ഫോൺ വിളിയൊന്നും കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്താണാവോ എന്നുള്ളൊരിത്. അത് കഴിഞ്ഞ് 12 മണിക്ക് മുന്നേ ഇപ്പോൾ ചേട്ടൻ കമ്പനിയിൽ നിന്ന് കുറച്ച് ദൂരം നീങ്ങിയിട്ടുള്ളൂ. പക്ഷേ അവിടെ നിന്ന് കമ്പനിയിലേക്ക് എത്താനായിട്ട് അത്രയും ദൂരം എടുത്ത് 2.5 മണിക്കൂർ എന്നിട്ടാണ് കമ്പനിയിൽ എത്തുന്നത്. അപ്പോൾ 7:15 കമ്പനിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വെള്ളം മൂലം വണ്ടികളൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്. വെള്ളം കയറി വണ്ടികളൊക്കെ മുന്നിലോട്ട് പോകുന്നത്, മുന്നിലത്തെ വണ്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ ചേട്ടൻ്റെ മുന്നിലുള്ള വണ്ടികൾ മൊത്തം ഇങ്ങനെ പോകാത്തപ്പോൾ വെള്ളത്തിലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരുടെ വണ്ടിയും സീറ്റിനൊപ്പം വെള്ളമായി. അപ്പോൾ ചേട്ടന് ഇരിക്കുന്ന വണ്ടിയും പിക്കപ്പായിരുന്നു, അതിൽ സീറ്റിനൊപ്പം വെള്ളമായി. അപ്പോൾ എല്ലാവരും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി പോവാണ്. പക്ഷേ ചേട്ടൻ എന്ത് ചെയ്ത് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ല, കാരണം കമ്പനിയുടെ പുതിയ വണ്ടിയായിരുന്നു അത്. പുള്ളിക്ക് അപ്പോൾ പുതിയ വണ്ടിയാണ്, വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു. എനിവേ കമ്പനിയിൽ വേറൊരു പയ്യനും കൂടെ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് നമ്മുടെ ജീവന വലുത്, വണ്ടിയല്ല വലുത്, നീ വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നെഞ്ചിനൊപ്പം വെള്ളമുണ്ട്. ഇവർ രണ്ടുപേരും കമ്പനിക്ക് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അവിടെ ചാല് കോരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുണ്ടല്ലേ ചേട്ടൻ ആ ചാലിൽ വീഴുകയും, ഓൾറെഡി നെഞ്ചിനൊപ്പം വെള്ളമുണ്ട്, ആ ചാലിലേക്ക് വീഴുകയും ചെയ്തു. വീണ് കഴിഞ്ഞ അപ്പം തന്നെ ഇവൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവൻ കൈ കൊടുത്തു എങ്ങനെയോ പിടിച്ച് ഏൽപ്പിച്ചു. ചേട്ടൻ എന്നാണ് പറഞ്ഞത്, ഒരു സ്പ്രിങ് ആക്ഷൻ ആയിരുന്നു അത്. കാരണം ഞാൻ ഇറങ്ങലും കഴിഞ്ഞു, കയറലും കഴിഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ദൈവത്തിൻ്റെ ഒരു വചനം ആലോചിക്കുന്നു. സങ്കീർത്തനം 94:18 പറയുന്നുണ്ട്, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. ആ വചനം ചേട്ടൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിരുന്നു. ചേച്ചി, ഇതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോ നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതിൽ പറയുവാണെങ്കിൽ, ഞാൻ ഹസ്ബൻഡ് ദുബായിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ഞാനിവിടെ. അപ്പം വീക്കെൻഡിൽ വരുമായിരുന്നു. അപ്പോൾ ആ വരുന്ന സമയത്ത് പുള്ളി ബസ്സിലൊക്കെ വന്നിട്ട് ഒരു ദിവസം ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വന്ന് പോകുക എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഒരു വണ്ടി വേണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴും ഞാൻ എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാനിങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കാര്യവും ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യവും നിയോഗം എഴുതി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിയോഗം എഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരു വാഹനം വാങ്ങുവാനുള്ള കൃപ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അതുപോലെ തന്നെ ചേച്ചി, ഞാൻ എൻ്റെ ഒരു കസിൻ ഇവിടെ ജോലിക്ക് വേണ്ടി വിസിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടും ജോലിയൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ എന്നും മെസ്സേജ് അയച്ച് ഞാൻ ചോദിക്കുമായിരുന്നു എന്തായി എന്നുള്ളത്. അപ്പം പറയും, ചേച്ചി ജോലിക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ പോകുന്നുണ്ട്, പക്ഷേ ആരും വിളിക്കുന്നില്ല, ഇതുവരെ ഒന്നും റെഡി ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അവന് വിസിറ്റിന് ഇവിടെ വന്നത്. അപ്പം ആ സമയത്ത് ഞാൻ ഇതുപോലെ അവൻ്റെ കാര്യവും എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എല്ലാ ദിവസങ്ങളിലും അച്ഛൻ്റെ വാക്യങ്ങൾ ഫോണിൽ വരും. അപ്പോൾ അത് കേൾക്കും. അത് കേട്ടിട്ട് ഈ നിയോഗം എഴുതി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലെന്തോ ഒരുങ്ങിയല്ല ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലെന്തോ തോന്നി, പ്രാർത്ഥന ഇന്ന് ദൈവമേ, ഇന്ന് എവിടെയെങ്കിലും അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എവിടെന്നെങ്കിലും അവനൊരു കോൾ വരാൻ ദൈവമേ നീ സഹായിക്കണേന്ന് എഴുതി വെച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത്. ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ അന്ന് അവൻ്റെ മെസ്സേജ് വന്നു, ചേച്ചി എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യുവാനുള്ള ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ അന്ന് എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ എഴുതി വെച്ചു. അപ്പം ദൈവം അത് തോന്നിപ്പിച്ചതാണ് അങ്ങനെ ഒരു കാര്യം. അപ്പം അതും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി. പിന്നെയും എനിക്ക് തോന്നുന്നത് പ്രിൻസിക്ക് എന്തോ ഹസ്ബൻഡിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യവും പിന്നെ വീടിൻ്റെ കാര്യമൊക്കെ നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. പ്രിൻസി നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ വീട് വാങ്ങിയതിനെക്കുറിച്ചും ഹസ്ബൻഡ് ട്രാൻസ്ഫറിനെ കുറിച്ചും ഒന്ന് പറയാമോ? ശരിക്കും ചേച്ചി, ഞങ്ങൾ ദുബായിൽ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ വേണമെന്ന്. അപ്പം കുറേ പ്രാവശ്യം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞത് അത് ഇപ്പം നടക്കത്തില്ല എന്നുള്ളൊരു രീതിയിലായിരുന്നു പറഞ്ഞത്. അപ്പം കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് വിസിറ്റിന് കൊണ്ടുവന്നിട്ടുണ്ടായത് 2 മാസം. അപ്പോഴാണ് ഒരുപാട് വിഷമമായത്. കാരണം അവരുള്ള സമയത്ത് ഹസ്ബൻഡിന് ഒരുമിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങൾക്കും ആകെ വിഷമമായിരുന്നു. ഇവിടെ വന്നിട്ട് പപ്പ ഇല്ലാത്ത ഒരു വിഷമം. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ മാതാവ് നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈശോ കേൾക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴും ഇവരെപ്പോഴും തിരികെ എത്തിച്ച് മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പപ്പായുടെ ട്രാൻസ്ഫറിനെ പറ്റി. ആ സമയത്ത് തന്നെയാണ് ഹസ്ബൻഡ് ഒരു ദിവസം ഇവർ പറഞ്ഞു, കുഞ്ഞുങ്ങൾ തന്നെയാണ് പറയുന്നത്, സൺഡേയിൽ പപ്പ പോയെന്ന് ഓഫീസിൽ ചോദിച്ച് നോക്ക്, ചിലപ്പോൾ ശരിയായാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ദിവസം സൺഡേയിൽ ഹസ്ബൻഡ് അവിടെ ദുബായിൽ ഓഫീസിൽ പോയി ചോദിച്ച് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഹസ്ബൻഡ് ഇങ്ങോട്ട് ഫുജേറയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി.
ഇപ്പോൾ ആ സമയം കുഞ്ഞുങ്ങളുള്ള സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫാമിലിയായിട്ട് ഇവിടെ നിൽക്കുവാൻ സാധിച്ചു. അതും ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ചേച്ചി. ഒരിക്കലും ഒരു പ്രാവശ്യം ട്രാൻസ്ഫർ റെഡിയായി വന്നതാണ്, പിന്നെ അത് പോയിട്ട് ഇപ്പം കിട്ടിയതാണ്. ഇപ്പം ദൈവത്തിന്റെ വലിയൊരു സമയത്ത് തന്നെ കിട്ടി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾക്കും അതൊരു വിശ്വാസം വർദ്ധിക്കുവാനായിട്ടിടയായി. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചത്. ഞാൻ ഇച്ചിരി ഉഴപ്പി ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പ്രാർത്ഥിക്കുന്നില്ലേ, നമുക്ക് വീട് വേണ്ടേ, നീ എഴുതി പ്രാർത്ഥിക്കുന്നില്ലേന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യൂട്യൂബിലൂടെ എനിക്ക് അച്ഛൻ്റെ ഒരു വചനം കേൾക്കാനിടയായത്. ആ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. 1 ദിനവൃത്താന്തം 17:23 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളാണ്. അതിലിപ്രകാരം പറയുന്നു: കർത്താവേ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും നിലനിൽക്കുകയും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇസ്രായേലിൻ്റെ ദൈവം എന്ന് ഉദ്ഘോഷിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങയുടെ ഈ ദാസൻ്റെ ഭവനം എന്നേക്കും അങ്ങയുടെ മുൻപിൽ നിലനിൽക്കട്ടെ. എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവെ, അങ്ങാണ് ദൈവം. ഈ ദാസന് ഈ വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിലായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതി. അങ്ങനെ ചേച്ചി, ഈ വാക്യം എല്ലാ ദിവസവും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴാണ് നാട്ടിൽ നിന്ന് പപ്പ വിളിച്ച് പറയുന്നത്, ഇതുപോലെ നാട്ടിൽ നമ്മളൊരു വീട് കണ്ടിട്ടുണ്ട്, ഞങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയം കിട്ടുമെങ്കിൽ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ എനിക്കൊരു ദിവസത്തെ അവധി കിട്ടാനും, അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചായിരുന്നു, ഈശോ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ മാത്രം എനിക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരണം. എനിക്ക് നാട്ടിൽ പോകാനും വീട് കാണാനുള്ള അവധിയൊക്കെ കിട്ടണം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ മാത്രം എല്ലാം റെഡിയാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഈശോയോട്. അങ്ങനെ എനിക്ക് അവധി ഒരു ദിവസം കിട്ടുകയും ഞാൻ നാട്ടിൽ പോയി ആ വീട് കാണുകയും, പിന്നെ മുന്നോട്ട് അതിൻ്റെ പൈസയുടെ കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ലോണൊന്നും റെഡി ആകുന്നില്ലായിരുന്നു ആ സമയത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ലോണെല്ലാം റെഡിയായി. ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാകാനും ഞങ്ങളുടെ പേരിൽ എഴുതാനും എല്ലാം ഉള്ള വലിയൊരു അനുഗ്രഹം ദൈവം നൽകി. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇതുവരെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതം അങ്ങയോടൊപ്പം ജീവിക്കുവാനും അങ്ങയുടെ കൃപയിൽ വളരുവാനുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെയും ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തോട് ചേർന്ന് നിന്നൊരു വ്യക്തി ജീവിക്കുമ്പോൾ അവരെയും ചുറ്റുമുള്ളവരെയും എത്ര മനോഹരമായിട്ടാണല്ലേ ദൈവം വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.